അങ്ങ് ദൂരേ മാനത്ത് കണ്ണ് ചിമ്മി ചിമ്മി തുറക്കുന്ന 1000 നക്ഷത്രത്തോട്ട് നേർത്ത കുളിരിൻ്റെ സുഖാലസ്യം നൽകുന്ന ക്രിസ്മസ് രാവുകൾ, എവിടെയൊക്കെയോ മുഴങ്ങുന്ന ക്രിസ്മസ് സംഗീതം, പഞ്ഞിത്താടിയും ചുവന്ന കുപ്പായവുമൊക്കെയുള്ള സാന്താക്ലോസ്, തെരുവോരത്തെല്ലാം ഗായക സംഘങ്ങൾ, ക്രിസ്മസ് ട്രീയും കാർഡും കേക്കും ക്രിബും എന്നു വേണ്ട ആവേശത്തിരകൾ വാനോളം ഉയരുകയാണ്. യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ് ലോകമാസകലം. ഏതാനും നാളുകൾക്കപ്പുറം ഒരു പുതുവത്സരം കാത്തിരിക്കുകയാണ് ഒട്ടേറെ പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായി. അന്തരീക്ഷത്തിലാകെ വലിയ ആവേശത്തിൻ്റെ ജിംഗിൾ ബെൽസിൻ്റെ മന്ത്ര മധുര ധ്വനി മുഴങ്ങുകയാണ്. ഈ അവസരത്തിൽ പ്രിയ സുഹൃത്തെ, താങ്കൾക്കും ഞങ്ങൾ എല്ലാ നന്മയും എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും നേരുകയാണ്. സമീപകാലത്ത് ഞാൻ കണ്ട ഒരു ഹ്രസ്വ ചലച്ചിത്രം വളരെ ചിന്തോദ്ദീപകമായിരുന്നു, കൗതുകകരമായിരുന്നു. അതിൻ്റെ ശീർഷകം ദ ഗ്രേറ്റസ്റ്റ് ക്രിസ്മസ് റോബറി എന്നായിരുന്നു ആ തലക്കെട്ട്. ഏറ്റവും വലിയ ക്രിസ്മസ് മോഷണം. ക്രിസ്മസ് നാളുകളിൽ എന്തോ മോഷണം പോകുന്നു അത്രേ, എന്തിനെയോ കാണുവാനില്ലാതെയാവുന്നു അത്രേ. വളരെ താല്പര്യത്തോടെ ഞാൻ ആ ഹ്രസ്വ ചലച്ചിത്രം പൂർണ്ണമായി കാണുകയുണ്ടായി. ആ ചിത്രത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് കാലത്ത് നഷ്ടമാകുന്നത് ക്രിസ്തുവിനെ തന്നെയാണ് എന്നാണ്. നേരത്തെ പറഞ്ഞ ആഘോഷങ്ങളുടെയും ആവേശത്തിൻ്റെയും ആർപ്പിൻ്റെയും ആരവാരങ്ങളുടെയും ആരവത്തിൻ്റെയും ഒക്കെ ഇടയിൽ ക്രിസ്തു വിസ്മരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പൂർണ്ണമായും മറക്കുകയാണ്. We forget the reason behind the season and just celebrate the season. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് എക്സ്മസ് ആയി മാറ്റപ്പെടുമ്പോൾ ക്രിസ്തു തന്നെ അടിച്ചു മാറ്റപ്പെടുകയാണ്. പിശാചിൻ്റെ ഈ വലിയ ആസൂത്രിതമായ തന്ത്രത്തെപ്പറ്റിയാണ് ദ ഗ്രേറ്റസ്റ്റ് ക്രിസ്മസ് റോബറി എന്ന ചലച്ചിത്രത്തിൽ അവർ പറയുന്നത്. മോഷ്ടാക്കൾ ആരാണ്? ഉത്തരം നാം ഓരോരുത്തരും. ആഘോഷങ്ങൾ വേണ്ട എന്നല്ല, അതിൻ്റെ കാരണക്കാരനായ യേശു ക്രിസ്തുവിനെ വിസ്മരിക്കാതെ ഇരിക്കുക, ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം, മുഖ്യസ്ഥാനം തന്നെ നൽകുക. അതാണ് ആ ചലച്ചിത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത്? അവൻ്റെ ജന്മോദ്ദേശം എന്തായിരുന്നു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽക്കേയുള്ള 100 കണക്കിന് പ്രവചനങ്ങൾ കൃത്യമായി നിറവേറ്റിക്കൊണ്ട് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് വെറുതെ ആയിരിക്കുകയും ആണ്ടിലൊരിക്കൽ കൊണ്ടാടപ്പെടാൻ വേണ്ടി മാത്രമല്ല അവൻ ജനിച്ചത്. അതെ, തൻ്റെ അവതാരത്തിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജന്മവേളയിൽ തന്നെ ദൂതന്മാർ ഇങ്ങനെ പ്രസ്താവിച്ചു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അതായിരുന്നു അവൻ്റെ അവതാര ലക്ഷ്യം. അതെ, ലോക ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ പരിണിതഫലമായ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. സത്യത്തിൽ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് ട്രീയേക്കാൾ സ്മരിക്കപ്പെടേണ്ട മറ്റൊരു മരമുണ്ട്, കാൽവറിയിലെ രക്താഭിഷിക്തമായ മരക്കുരിശ്. കാരണം ആ മരത്തിലാണല്ലോ, ആ കുരിശിലാണല്ലോ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായ മരണം ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്ത് എനിക്കും നിങ്ങൾക്കും മോചനമാർഗം ഒരുക്കിയത്. തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് വെച്ചാൽ ഞാനും ഈ സന്ദേശം കേൾക്കും താങ്കളും എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയതാണ്. പാപത്തിൻ്റെ ശമ്പളം എന്താണെന്നും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാപത്തിൻ്റെ വേതനം അത് നിത്യ നരകമാണ്, നിത്യ മരണമാണ്. ഈ ശിക്ഷയിൽ നിന്നും മോചനമൊരുക്കി മനുഷ്യവർഗത്തിന് സ്വർഗപ്രാപ്തി നൽകുവാൻ വേണ്ടിയാണ് ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം. യേശുവിൻ്റെ ഈ കുരിശുമരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് പാപബോധത്തോടെ അനുതാപ ഹൃദയത്തോടെ ഏറ്റുപറയുകയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി ക്ഷണിക്കുകയും ചെയ്യുന്ന ഏത് വ്യക്തിക്കും തത്സമയം തന്നെ ഒരു ദൈവ പൈതലായി തീരാൻ കഴിയും, സ്വർഗത്തിൻ്റെ അവകാശിയായി, അനന്ത സൗഭാഗ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിൽ പിറന്ന യേശു നമ്മുടെ ഉള്ളങ്ങളിൽ പിറവിയെടുക്കുവാൻ ഇടയാകും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ അകലുന്നതുപോലെ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അസമാധാനവും എല്ലാം പാഞ്ഞകലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം യേശുക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഒന്നാമത്തെ ക്രിസ്മസ് രാവിൽ ദൂതന്മാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന്. എന്നാൽ ഇങ്ങനെ പലരും പറയാറുണ്ട്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന്. എന്നാൽ അതല്ല ബൈബിൾ ലിഖിതം. വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു, ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എങ്ങനെയാണ് ദൈവപ്രസാദം ലഭിക്കുക? അതിൻ്റെയും ഉത്തരം ബൈബിളിലുണ്ട്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുന്നതിലൂടെ, അവനെ അംഗീകരിക്കുന്നതിലൂടെ. ദൈവം ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ചത്, അങ്ങനെ ഈ ഭൂമിയിൽ അവതരിച്ചത് യേശുക്രിസ്തു മാത്രമാണ്.
അവനെ രക്ഷകരായ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, അവനെ കണ്ടെത്തുമ്പോൾ, തിരിച്ചറിയുമ്പോഴാണ് ഒരുവൻ വാസ്തവമായി സമാധാനം സംജാതമാകുന്നത്. 2000 സംവത്സരങ്ങൾക്കപ്പുറം ജ്ഞാനികൾ യേശുവിനെ തേടി വന്നു സമ്മാനങ്ങളുമായി. അവർ അവനെ തിരിച്ചറിഞ്ഞു. ഇന്നും ജ്ഞാനികൾ അവനെ അന്വേഷിക്കുന്നവരാണ്. വൈസ് മെൻ സ്റ്റിൽ സീക്ക് ഹിം. ഞങ്ങളുടെ പ്രിയ സ്നേഹിത, താങ്കളും ഒരു ജ്ഞാനിയായി തീരുമോ? യേശുവിനെ അന്വേഷിക്കുന്നതിലൂടെ, യേശുവിനെ കണ്ടെത്തുന്നതിലൂടെ.